നമുക്ക് വിഷുവായിട്ട് വിഷുക്കട്ട ഉണ്ടാക്കാം. അത് നാളികേരപ്പാലല്ലാതെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഷുക്കട്ട. എന്നാൽ ടേസ്റ്റിനൊട്ടും കുറവില്ല. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഉണക്കലരിയാണ് എടുത്തെടുക്കണേ. അതായത് പായസം റൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം. അപ്പോൾ 1 കപ്പ് അരിയും 2.5 കപ്പും വെള്ളം കൂടിയിട്ട് നമ്മൾ കുക്കറിലിടുക. ഒരു വിസിലടിക്കുക, 10 മിനിറ്റ് കുറച്ചിടുക. അപ്പോൾ കറക്റ്റ് വേവായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് കോമ്പിനേഷനായിട്ട് ശർക്കരപ്പാനിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ശർക്കരേൻ്റെ അച്ചിട്ടിട്ടുണ്ട്. അത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാ വിസിലും പോയതിന് ശേഷം തുറന്നാൽ മതി. അപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ നാളികേരമാണ്, ചെറിയ നാളികേരം ഒരു 2 കൈപ്പിടി പറയില്ലേ, അപ്പോൾ അത് 2 കൈപ്പിടി ഫുള്ള് ചെറിയ നാളികേരം ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം. അത് ജീരകം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ തിരുമ്മിയിട്ട് ഇടുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് അതിലേക്ക് വേണ്ട ഉപ്പും 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ ഓണാക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു 2-3 മിനിറ്റോളം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതേപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി വാഴയിലയിലാണ് ഇത് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. വാഴയില ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്ലേറ്റിലാക്കണമെന്നുള്ളൂ. വാഴയില ഉണ്ടെങ്കിൽ എന്തായാലും വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ വിഷുക്കട്ട അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ആ വാഴയിലേൻ്റെ സ്മെല്ലും ഇതും കൂടെ ഒന്ന് മിക്സ് ആകുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ വാഴയില ഇല്ലാത്തതുകൊണ്ട് തന്നെ ബട്ടർ പേപ്പറാണ് എടുത്തെടുക്കണേ. അപ്പോൾ വാഴയില ഉണ്ടെങ്കിൽ ആ വാഴയിലേൻ്റെ ഒരു ചെറിയൊരു ചീന്ത് എങ്ങനെ എടുത്തിട്ട് അതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. ചൂടോടെ തന്നെ പരത്തി എടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നാളികേരപ്പാലിൽ ഉണ്ടാക്കിയില്ലെങ്കിലും ടേസ്റ്റിന് ഒരു വ്യത്യാസവുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ ശർക്കരപ്പാനി വല്ലാതെ ലൂസായിട്ട് പോകണ്ട. ഭയങ്കര ലൂസായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ശർക്കര കട്ടിയായി പോയി തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു. താങ്ക് യു.